അല്ല, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അതിന് DGP കുഴപ്പമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ ഇരിക്കുന്ന ഓഫീസർമാരെ കുറ്റിയും ആ SIT ടീം 2 ADGPമാരും മറ്റു 2 ഉദ്യോഗസ്ഥരാണല്ലോ. അവരെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് മോശം അഭിപ്രായം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ അന്വേഷണം താഴെ തലത്തിൽ നടക്കുന്നത് വളരെ മോശമാണ്. ഞാൻ അന്വേഷണ IG-യോട് ഞാൻ പറഞ്ഞിരുന്നത് 188ഓളം കേസുകൾ മുഖ്യമന്ത്രി തന്നെ പുറത്തു വിട്ടു അന്ന് പത്രസമ്മേളനത്തിൽ 21, 22, 23 കാര്യങ്ങൾ. അതിലൊരു 10 ആളെങ്കിലും വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരാളെ പോലും ഇതുവരെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ നിർബാധമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് തടയുന്നതിന് പോലീസ് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ഇടപെടലിനെ തടസ്സപ്പെടുത്താൻ, സ്വർണ്ണക്കള്ളക്കടത്ത് അമ്പകുരം ഇവിടെ തുടരാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളിൽ അത്തരത്തിലൊരു താല്പര്യമുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചു PV Anwar ആണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോൾ ആ കുന്തമൻ എൻ്റെ മേലിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഈ സ്വർണം കൊണ്ടുവന്നവരെ കണ്ടെത്തി ഇന്നലെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. ഞാൻ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. അവരുടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെയും സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് പൊതുസമൂഹത്തിൽ പറഞ്ഞത്. അപ്പം മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ ADGP എഴുതി കൊടുത്തൊരു വാറോലയാണ് വായിച്ചത്. 1500 ഗ്രാമിലെ സ്വർണം പാൻറ്റും ഷെഡിയും കത്തിച്ച് കഴിഞ്ഞാൽ ഇത്രേ ബാക്കിയാവുള്ളൂ. പോലീസ് എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ടാണ് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നത്. അതിന് സാക്ഷികളുണ്ട്. ഇതൊക്കെ അജിത് കുമാർ എഴുതി കൊടുത്ത ആ പറയുന്ന ആ വാറോല അതല്ല സത്യം എന്ന് ഇന്നലെ ഞാൻ ബോധ്യപ്പെടുത്തി. കോടതിയിലെ കസ്റ്റംസിൻ്റെയും ഡോക്യുമെന്റ്സ് അടക്കം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മുഖം മറച്ചിരുത്തി മഹത്വവൽക്കരിച്ചിരിക്കുകയല്ല ചെയ്തത്. മുഖം തുറന്ന് മനുഷ്യരോട് സംസാരിക്കരുത്. കൊണ്ടുവന്ന വ്യക്തി മാത്രമല്ല, ഈ ആ 2 കുടുംബവും എയർപോർട്ടിൽ അവരെ റിസീവ് ചെയ്യാൻ പോയവരാണ്. അവർക്കുണ്ടായ അനുഭവം ഭാര്യയും ഭർത്താവും പറയുന്നു. മറ്റത് അച്ഛനും അമ്മയും അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊക്കെ ഇവിടെ തെളിവുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ ഇപ്പം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു. എന്താ ബോധ്യപ്പെട്ടത്? അൻവർ അന്യനാണ് ഇതിൻ്റെ പിന്നിൽ. അതല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകെ രത്ന ചുരുക്കം. ആയിക്കോട്ടെ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടിയോട് ഇപ്പോൾ പറയുന്നു, ആവശ്യപ്പെടുന്നു, സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഹൈക്കോടതിയിൽ. ഞാൻ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. ഇത്ര വലിയ ഒരു കൊള്ള, ടാക്സ് വെട്ടിപ്പ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘത്തെ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, മയക്കുമരുന്ന് കച്ചവടം, ഇതൊക്കെ അജിത് കുമാറും ടീമും നടത്തിയ എത്രയോ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ്. എത്രയോ നിരപരാധികൾ ജയിലിലാണ്. എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി എനിക്കെന്താ മാർഗം? എനിക്കാകെ ഇനി ജുഡീഷ്യറിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. കേരളത്തിലെ ബഹുമാന്യരായ ജഡ്ജിമാരൊക്കെ ഇത് കാണുന്നുണ്ടാവുമല്ലോ. അവർ മനുഷ്യരാണല്ലോ. ഈ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ശേഷിയുള്ളവർ തന്നെയാണല്ലോ ഈ പറയപ്പെടുന്ന ജഡ്ജിമാരൊക്കെ. അവരിലാണ് എനിക്ക് പ്രതീക്ഷ. ഞാൻ ആ സ്റ്റെപ്പിലേക്ക് നീങ്ങും. ആ സ്റ്റെപ്പിൽ, ആ പ്രയറിൽ ഞാനൊരു കണ്ടീഷൻ കൂടി വെക്കും. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം. കേരളത്തിലെ സത്യസന്ധരായ റെക്കോർഡുള്ള IPS തുടങ്ങി താഴേക്കട വരെയുള്ള സത്യസന്ധരമായ പോലീസ് ഓഫീസേഴ്സിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് കണ്ടെത്താൻ സാധിക്കും. അവരെ ഒരു ടീമുണ്ടാക്കണം. എൻ്റെ പ്രേരണായിരിക്കും. സർക്കാരിനോട് ആവശ്യപ്പെടുകയല്ല, കോടതിക്ക് നിയമപരമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് പറയാൻ നിയമപരമായി അധികാരമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ചെയ്യണമെന്ന് ഈ നാട്ടിലൊരു സാധാരണ പൗരൻ എന്ന നിലക്ക് ഞാൻ റിക്വസ്റ്റ് നടത്തും. അതിന് നിയമ തടസ്സമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അത് ചെയ്യട്ടെ. PV Anwarന്റെ പങ്ക് അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ അന്വേഷണ സംഘം PV Anwar ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണോ? ഇവരെ സ്വാധീനിച്ചുകൊണ്ടാണോ ഈ പറയിപ്പിച്ചത്? ഈ 188 ആളെയും ആ അന്വേഷണ സംഘം വിളിച്ചന്വേഷിക്കട്ടെ. ഇതൊരു പ്രപഞ്ച സത്യമല്ലേ? അപ്പൊ അത് പുറത്തു വരട്ടെ. അത്രയും ആ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഓരോരുത്തർ ചോദിക്കും. താങ്കൾ നടത്തിയ 2 മണിക്കൂർ